ആംബിയർ സർക്യൂട്ടൽ തിയറം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. അതെന്താണ് ആ തിയറം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആംബിയർ സർക്യൂട്ടൽ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the line integral of the magnetic field over a closed path in free space is equal to mu 0 times the net current enclosed by the path. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലൈൻ ഇന്റഗ്രൽ b dot dl vector b dot dl is equal to mu 0 I. ഇതായിരുന്നു നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറം ഇവിടെ വരെയായിരുന്നു പഠിച്ചത്. ബയോട്ട് സവാർട്ട് ലോയും ആംബിയർ സർക്യൂട്ടൽ തിയറവും രണ്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഈ രണ്ട് ലോസും നമുക്ക് പറയുന്നത്. പക്ഷേ ആംബിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരുന്നു? ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? കറന്റ് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്നത് ഇവിടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ, സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ തമ്പാണ് എന്തിന്റെ ഡയറക്ഷൻ നൽകുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നൽകുന്നത്. എന്നാൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വരുമ്പോഴത്തേക്ക് എന്താണ്? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വരുമ്പോൾ തമ്പ് ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമ്മുടെ ഫിംഗേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു സോൾഡ് എക്സസൈസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. NCERT സോൾഡ് ആണ്, അല്പം ടഫാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൽ നിന്ന് നമ്മൾ എഴുതിയ ഇക്വേഷൻ mu 0 I by 2πr ആണ്. അതേപോലെ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ഇക്വേഷൻ ലൈൻ ഇന്റഗ്രൽ b dot dl is equal to mu 0 I ആണ്. ഈ രണ്ട് ഇക്വേഷൻസും എഴുതി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. A long straight wire of a circular cross section of radius a carries a steady current I. The current is uniformly distributed across the cross section. Apply Ampere circuital law to calculate the magnetic field at a point R in the region for first case R greater than A and second case R less than A. Question note here. Question another വായിക്കാം. A long straight wire of circular cross section of radius A carries a steady current I. അപ്പം ഒരു ലോങ് സ്ട്രൈറ്റ് വയർ, അത് നിങ്ങൾക്ക് നൽകുകയാണ്. അതിൻ്റെ ക്രോസ് സെക്ഷന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ക്രോസ് സെക്ഷന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. ആ കണ്ടക്ടറിലൂടെ എത്ര ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? I ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദ കറണ്ട് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദി ക്രോസ് സെക്ഷൻ. അപ്പം അതിന്റെ ക്രോസ് സെക്ഷൻ, അതിന്റെ ഒരു വയർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ ഇതാണ്. ഈ ക്രോസ് സെക്ഷനിൽ ഫുൾ ആയിട്ട് യൂണിഫോം ആയിട്ടാണ് കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിലൂടെ ഒഴുകുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ആംബിയർ സർക്യൂട്ടൽ ലോ ടു കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് R. ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഏതൊക്കെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? We have to find out the magnetic field at the point R, which is at a region for R greater than A. R greater than A എന്ന് പറയുന്നത് അതിന്റെ
ക്രോസ് സെക്ഷണൽ റേഡിയസ് ആണ് എ. ക്രോസ് സെക്ഷണൽ റേഡിയസിനേക്കാൾ വലിയൊരു റേഡിയസ്, അതായത് ഇതിന്റെ ഔട്ട്സൈഡ് പോയിന്റ്. അപ്പം ആക്ച്വൽ ഇതിന്റെ പിക്ചർ ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ കറക്റ്റ് പിക്ചർ കേട്ടോ. ഇതാണ് അതിന്റെ കറക്റ്റ് പിക്ചർ. ഈ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലെ പിക്ചറാണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ വല്ലതും ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കാൻ എളുപ്പത്തിന് ഈ പിക്ചറാണ്. അപ്പോൾ അത് വരച്ച് പഠിച്ചാൽ മതി. ആക്ച്വൽ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാനൊക്കെ ഈ പിക്ചർ. ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ, വയറിന്റെ ക്രോസ് സെക്ഷൻ. അതിന്റെ റേഡിയസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് എയേക്കാൾ കൂടുതൽ. അതെന്ന് പറയുന്നത് ഔട്ട്സൈഡ് പോയിന്റ് ആണ്. നമുക്ക് ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആർ, ഈ ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പം ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത് ആർ ലെസ് ദാൻ എ എന്ന് പറയുന്നത് എയേക്കാൾ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഒരു പോയിന്റ് ഔട്ട്സൈഡ് ദി കണ്ടക്ടറും രണ്ടാമത്തെ കേസിൽ പി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദി കണ്ടക്ടറുമാണ്. അപ്പൊ ഈ രണ്ട് കേസസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പം പിക്ചർ ക്ലിയർ ആയോ? പിക്ചർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം ഈ പിക്ചറാണ്, ഇത് ടെക്സ്റ്റിലെ പിക്ചറാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിനാണ് അവർ ഇതിങ്ങനെ വരച്ചു വെച്ചേക്കുന്നത്. ഇവിടെ ഇത് അതിൻ്റെ റേഡിയസ് ആണ്. ഔട്ട്സൈഡിലെ പോയിന്റ് ക്യൂ ആണ്, അത് ഈ പോയിന്റ് ആണ്. ഇൻസൈഡ് പോയിന്റ് ആണ് പി. ഇതാണ്. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് കേസും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഫിഗർ ഷോസ് current I flowing through a wire of cross-sectional area capital A and radius A. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കുകയാണ്. അതിന്റെ റേഡിയസ് സ്മോൾ എ ആണ്. അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ കറന്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദി ക്രോസ് സെക്ഷൻ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ദ കറന്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദി ക്രോസ് സെക്ഷൻ. അതായത് ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ. ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഫുള്ളായിട്ട് കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് കറന്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നു. എന്താണ് കറന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ? എന്താണ് കറന്റ് പെർ യൂണിറ്റ് ഏരിയ? അതിനൊരു പേരുണ്ട്. കറന്റ് പെർ യൂണിറ്റ് ഏരിയ കേട്ടില്ല ഷോൺ? കേട്ടില്ല? Current density. Yes, good. Current density. It is represented by the letter J. Is it a vector quantity or a scalar quantity? It is a vector quantity. Okay. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കറന്റ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കറന്റ് ഡെൻസിറ്റി. Current per unit area. It is current density. It is represented by J and it is a vector quantity. Okay. നമുക്കപ്പം കറന്റ് പെർ യൂണിറ്റ് ഏരിയ എത്രയാണെന്ന് നോക്കാം. കറന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ കറന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പം ഈ ഏരിയയിൽ കൂടി ഒഴുകുന്ന കറന്റ് I ആംപിയർ കറന്റ് ആണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ ആണ്. അതുകൊണ്ട് നമുക്ക് I ബൈ എ എന്ന് എഴുതാം. ഇനി എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇതിന്റെ റേഡിയസ് എത്രയാണ്? സ്മോൾ എ ആണ്. അതുകൊണ്ട് പൈ എ സ്ക്വയർ എന്ന് എഴുതാം ഏരിയ. ഓക്കെ, പൈ എ സ്ക്വയർ. അപ്പോൾ I ഡിവൈഡ് ബൈ പൈ എ സ്ക്വയർ ആണ് കറന്റ് ഡെൻസിറ്റി J എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറന്റ് ഡെൻസിറ്റി ഏത് പോർഷൻ എടുത്താലും അവിടെ കറന്റ് ഡെൻസിറ്റി സെയിം ആയിരിക്കും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു പോർഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറന്റ് ഡിവൈഡ് ബൈ അതിന്റെ ഏരിയ ആണ് കറന്റ് ഡെൻസിറ്റി. സെയിം തന്നെയാണ്. കുറച്ചും കൂടെ വലിയ ഏരിയ എടുത്താലും അതിലൂടെ ഒഴുകുന്ന കറന്റ് ഡിവൈഡ് ബൈ അതിന്റെ ഏരിയ. കാരണം കറന്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയതുകൊണ്ട് കറന്റ് ഡെൻസിറ്റി എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. അപ്പോൾ കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ദ കറന്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു I ബൈ എ ഈസ് ഈക്വൽ ടു I ഡിവൈഡ് ബൈ പൈ എ സ്ക്വയർ. ഓക്കെ,
ഇനിയും ഈ പിക്ചർ മാറ്റുകയാണ്, നമ്മൾ ടെക്സ്റ്റിലെ പിക്ചർ വെച്ചാണ് ഇനിയും അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർമ്മയിലുണ്ടാവണം പിക്ചർ ഇങ്ങനെയാണ് എന്നുള്ളത്. ഫസ്റ്റ് കേസ് എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ വയർ. ഫസ്റ്റ് കേസ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ വയർ എടുക്കുകയാണ് കേട്ടോ. ഇൻസൈഡ് ദ വയർ ആണ് ഫസ്റ്റ് കേസ് എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് R less than A. R less than A. Heading എഴുതാം case 1, magnetic field inside the wire. Let us consider a point P at a distance R from the axis of the wire inside the wire. We have considering a point P. We are considering a point P which is at a distance R from the axis. Okay, and this point point P will be inside the conductor because R is less than A. So the point P is inside the conductor, inside the wire. With the axis as the center, we draw a circular Amperian loop passing through P. നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആംപീരിയൻ ലൂപ്പ് വരയ്ക്കണം. ആംപീരിയൻ ലൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ആംപീരിയൻ ലൂപ്പിന്റെ പ്രത്യേകത? എന്താണ് കണ്ടീഷൻ? എന്തോ ആംപീരിയൻ ലൂപ്പ് വരയ്ക്കുമ്പോൾ എന്താ ഒരു കണ്ടീഷൻ? ആരാ പറഞ്ഞ? കേൾക്കാം, സൗണ്ട് അല്പം കൂടെ. ആംപീരിയൻ ലൂപ്പ് വരയ്ക്കുമ്പോൾ എന്താ കാര്യം ശ്രദ്ധിക്കേണ്ടത്? ആംപീരിയൻ ലൂപ്പ് ഷുഡ് ബി എ ക്ലോസ്ഡ് പാത്ത്. സർഫസ് അല്ല, പാത്ത് ആണ്. ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം ആംപീരിയൻ ലൂപ്പ്. അപ്പം ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ പോയിന്റ് ഉൾപ്പെടുത്തക്ക രീതിയിൽ ഒരു ക്ലോസ്ഡ് പാത്ത് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P എന്ന് പറയുന്ന പോയിന്റ് പിക്ചറിൽ നിങ്ങൾ കണ്ടല്ലോ. ദിസ് ഈസ് ദ പോയിന്റ് P. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? P ഉൾപ്പെടുത്തക്ക രീതിയിൽ നമ്മൾ ഒരു ആംപീരിയൻ ലൂപ്പ് വരച്ചു. ഓക്കെ, the area of the circular loop is pi r square. കാരണം r റേഡിയസ് ആണ് ആംപീരിയൻ ലൂപ്പിനുള്ളത്, സർക്കുലർ ഷേപ്പ് ആണ്. അതുകൊണ്ട് the area of this circular loop is pi r square. Let IE is the current enclosing the loop. IE is the current enclosing the loop. അപ്പം ആ ആംപീരിയൻ ലൂപ്പിന്റെ ഉള്ളിലുള്ള കറന്റ് IE ആയിട്ട് എടുക്കുകയാണ്. IE. ഓക്കെ, കറന്റ് എൻക്ലോസിംഗ് ദ ലൂപ്പ് ആണ് IE. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, IE വിൽ ബി ലെസ് ദാൻ I. I എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിലൂടെ ഫുള്ളായിട്ട് ഒഴുകുന്ന കറണ്ട് ആണ് I. നമുക്ക് അതിന്റെ ഒരു ചെറിയ പോർഷനിലുള്ള കറണ്ട് മാത്രം മതി. അതായത് ഈ സ്മോളാർ റേഡിയസിലൂടെ ഒഴുകുന്ന കറണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് IE വിൽ ബി ലെസ് ദാൻ I. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി since the current distribution is uniform, currents per unit area of cross section, അതായത് കറന്റ് ഡെൻസിറ്റി എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതാം. ഒന്ന് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ, ടോട്ടൽ കറന്റ് ഡിവൈഡ് ബൈ ആ ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇവിടെ അകത്ത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ ഒഴുകുന്ന കറന്റ് IE ഡിവൈഡ് ബൈ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ pi r സ്ക്വയർ. അതും കറന്റ് ഡെൻസിറ്റി തന്നെയാണ്. അപ്പം കറന്റ് ഡെൻസിറ്റിയുടെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്.
ഓക്കെ, ഇനി ഇതിൽ നിന്നും നമ്മൾ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. കാരണം ഐ എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ ആണ്, നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് കളയണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ നിന്നും ഐയുടെ ഇക്വേഷൻ എഴുതുകയാണ്. ഐയുടെ ഇക്വേഷൻ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. പയ്യും പയ്യും ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. എഴുതിക്കോളൂ. ഓക്കെ, ഇനി ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ആണ്. എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി magnetic field over a closed path in free space is equal to mu 0 times the net current enclosed by the path. The net current enclosed by the path. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് വേണ്ട, ആ നമ്മളിപ്പോൾ വരച്ചേക്കുന്ന ആംബീരിയൻ ലൂപ്പിന്റെ ഉള്ളിലുള്ള കറണ്ട് മാത്രം നമുക്ക് മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ, ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu 0 ഐ ഇ എന്ന് എഴുതാം. കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് ഐ ഇ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ബി ഡോട്ട് ഡി എൽ, ഡോട്ട് മാറ്റി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബി ഡി എൽ കോസ് തീറ്റ, ബി ഡോട്ട് വെക്ടർ ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഡി എൽ കോസ് തീറ്റ. തീറ്റ എന്തുവാ? തീറ്റ നിയ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പറയൂ. വാട്ട് ഈസ് തീറ്റ? ബി ഡി എൽ കോസ് തീറ്റ. അതിലെ തീറ്റ, വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? ആരോൺ, ഷോൺ പറയാമോ? ആരെങ്കിലും എന്തെങ്കിലും പറയൂ. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നെങ്കിലും പറയൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അക്ഷയശ്രീ പറയാമോ? ആ, എന്തു പറ്റി? നീയുടെ മൈക്ക് പോയോ? എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെക്ടർ ആൻഡ് ദിസ് വെക്ടർ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ this vector. This vector is magnetic field intensity, the direction of magnetic field intensity, and dl. dl is a small element. Okay, so theta is the angle between the direction of the magnetic field and the direction of small element dl. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് what is the value of theta here. തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് അറിയണം. തീറ്റയുടെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ dl ന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയണം. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ആംബീരിയൻ ലൂപ്പ് ഇതാണ്. ആംബീരിയൻ ലൂപ്പിന്റെ ഉള്ളിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചുറ്റിനും അല്ലെങ്കിൽ ഈ റെഡ് സർക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്
ഈ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സെയിം ഡയറക്ഷൻ തന്നെയാണ് ഡി എല്ലിന്റെ ഡയറക്ഷൻ. അതായത് the direction of magnetic field B and direction of DL are same. So the value of theta is 0. The value of theta is 0. അപ്പോൾ cos 0 എന്ന് എഴുതാം. What is the value of cos 0? What is the value of cos 0? cos 0 യുടെ വാല്യൂ എത്ര? cos 0 യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? B dl cos തീറ്റയ്ക്ക് പകരം b dl എന്ന് എഴുതാം. b dl. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് dl? നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ സൈൻ ഏതിനാണ് ബാധകം? dl നാണ്. അപ്പോൾ നമുക്ക് b ഇന്റഗ്രൽ dl എന്ന് എഴുതാം. b ഇന്റഗ്രൽ dl. b ഇന്റഗ്രൽ dl. dl നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ dl എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എലമെന്റ് ആണ് അല്ലേ? വളരെ ചെറിയൊരു എലമെന്റ്. നമ്മളിപ്പോൾ ആംബീരിയൻ ലൂപ്പ് വരച്ചിരിക്കുന്നതിൽ വളരെ ചെറിയ എലമെന്റ് ആണ് dl. ആ dl നെ എല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ആംബീരിയൻ ലൂപ്പിന്റെ സർക്കംഫറൻസ് കിട്ടും. ആംബീരിയൻ ലൂപ്പിന്റെ റേഡിയസ് സ്മോൾ r ആണ്, അതുകൊണ്ട് അതിന്റെ സർക്കംഫറൻസ് 2πr ആണ്. അപ്പോൾ ഇന്റഗ്രൽ dl എന്ന് പറയുന്നത് 2πr ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ b into 2πr is equal to mu 0 i. i യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. i r square divided by a square ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതേ രീതിയിൽ കിട്ടി. b into 2πr is equal to mu 0 i r square divided by small a square. ഓക്കെ. അതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ b equal to mu 0 by 4 pi 2i divided by a square into r എന്ന് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. ഇനി ഇതില് കോൺസ്റ്റന്റ്സ്, ഇവിടെയുള്ള കോൺസ്റ്റന്റ്സ് ഏതാണെന്ന് നോക്കിക്കേ. mu 0 by 4 pi കോൺസ്റ്റന്റ് ആണ്. 2 കോൺസ്റ്റന്റ് ആണ്. കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, അത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ a എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി കണ്ടക്ടർ ആണ്. കണ്ടക്ടർ അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. r എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. കാരണം r എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇതിനുള്ളിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റന്റ്സ് ആണ് ഈ കേസിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? b is proportional to r. b is proportional to r. That is, the magnetic field increases as the distance from the axis increases. The magnetic field increases as the distance from the axis increases. അതായത് ഇതിന്റെ ആക്സിസ് പോയിന്റ് ഇതാണ്. ആക്സിസിൽ നിന്നും അകന്നു പോകും തോറും r കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂവും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആസ് r increases, the magnetic field intensity also increases, where r is a point inside the conductor. നോട്ട് ചെയ്തോളൂ. ഓക്കെ. അടുത്ത കേസ് എന്താണ്? സെക്കൻഡ് കേസ് എവിടെ വരിക? ഏത് പോയിന്റ് കണ്ടുപിടിക്കണം? എവിടെയുള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അടുത്തത് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്? ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ഇനി കണ്ടുപിടിക്കേണ്ടത്? We have to find out the magnetic field intensity at a point outside the wire. That is, small r is greater than a. എന്ന് പറയുന്നത് ആ
വയറിന്റെ റേഡിയസ് ആണ്, അതിനേക്കാൾ വലുതായിരിക്കണം r. അതായത് we have to find out the magnetic field intensity at a point outside the wire. ഔട്ട്സൈഡ് ദി വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ആക്സിസിൽ നിന്നും സ്മോളർ അകലത്തിലാണ് ഈ Q എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കുന്നത്. Q എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് Q എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുത്തക്ക രീതിയിൽ ഒരു ആംപീരിയൻ ലൂപ്പ് ഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ആംപീരിയൻ ലൂപ്പ് വരച്ചിട്ടുണ്ട്. അതാണ് ഈ ഡോട്ടഡ് ലൈനിൽ പറയുന്നത്. Let us consider a point Q which is at a distance smaller from the axis of the wire outside the wire. With the axis as the center, we draw a circular amperian loop passing through Q. Then the current enclosed by the loop, is I. നമ്മൾ ഇനി ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാണ്. ആംപിയർ സർക്യൂട്ടൽ തിയറം എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇന്റഗ്രൽ B ഡോട്ട് dl ഈസ് ഈക്വൽ ടു mu0 I. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെയുള്ള Q എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ഇതിന്റെ ടാൻജന്റിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെയിം ഡയറക്ഷൻ തന്നെയാണ് dl ന്റെ ഡയറക്ഷനും. അതുകൊണ്ട് B യും dl ഉം തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ B dl cos 0 എന്ന് എഴുതാം. B dl cos 0 എഴുതുന്നത് എങ്ങനെ എഴുതാം? B into dl എന്ന് എഴുതാം. കാരണം cos 0 വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് B dl എന്ന് എഴുതാം അല്ലേ? B dl ഈസ് ഈക്വൽ ടു mu0 I എന്ന് എഴുതാം. ഇനി ഇത് ഇന്റഗ്രൽ. ഇനി ഇന്റഗ്രൽ dl എന്താണ്? ഇന്റഗ്രൽ dl ഇതിലുള്ള വളരെ ചെറിയ എലമെന്റ് ആണ് dl. അപ്പോൾ ആ എലമെന്റ്, ഇങ്ങനെയുള്ള ധാരാളം എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആ ധാരാളം എലമെന്റ്സിനെ എല്ലാം കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സം ചെയ്യുക. സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ആംപീരിയൻ ലൂപ്പിന്റെ സർക്കംഫറൻസ് ആണ് കിട്ടുക. ഈ ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ് സ്മോളർ ആണ്. അതുകൊണ്ട് അതിന്റെ സർക്കംഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2πr എന്ന് എഴുതാം. ദാറ്റ് ഈസ് B into 2πr ഈസ് ഈക്വൽ ടു mu0 I എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B ഈസ് ഈക്വൽ ടു mu0 I by 2πr എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക് mu0 by 4π into 2I by r. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇനി ഇക്വേഷൻ നോക്കിയേ, mu0 by 4π കോൺസ്റ്റന്റ് ആണ്, 2I കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എങ്ങനെ എഴുതാം? മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പോൾ ഔട്ട്സൈഡ് പോയിന്റിൽ R കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. ആസ് R increases B decreases. ഇൻസൈഡിൽ അങ്ങനെയല്ല. ഇൻസൈഡിൽ എങ്ങനെയാണ്? ആസ് R increases B also increases. If we take a point outside the conductor, current carrying conductor, as R increases B decreases. അതാണ് B is proportional to 1/r എന്ന് എഴുതുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ പിക്ചർ നോക്കൂ. ഇതാണ് നമ്മുടെ കണ്ടക്ടറിന്റെ ആക്സിസ് ആണിത്. അപ്പോൾ ഇത് കണ്ടക്ടറിന്റെ ആക്സിസ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതാണ് ആക്സിസിൽ നിന്നും അതിന്റെ സർഫസിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിൽ എങ്ങനെയാണ്? ആസ് R increases, അതായത് അതിന്റെ ആക്സിസിൽ നിന്നും R കൂടുന്നതനുസരിച്ച് the magnetic field intensity increases എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? as R increases, the magnetic field intensity increases and it will becomes maximum at the surface of the conductor. And ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ as R increases, the magnetic field intensity decreases. അപ്പോൾ നമുക്ക് എഴുതാം as R increases, the magnetic field intensity decreases. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് മറുഭാഗത്ത് മറ്റേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രാഫാണ് ടെക്സ്റ്റിലുള്ളത്. അപ്പം ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇവിടെ y ആക്സിസിൽ B എടുക്കും, x ആക്സിസിൽ R എടുക്കും. അപ്പം ഇത്രയും പോർഷൻസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ആണ്, ഇത്രയും പോർഷൻസ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ആണ്. ഇതാണ് സർഫസ്. അപ്പോൾ അതിന്റെ ആക്സിസിൽ നിന്നും R കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടി, സർഫസിൽ അതിന്റെ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയി.
സർഫസിൽ നിന്നും അത് ഔട്ട്സൈഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആസ് ആർ ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസസ്. ഇപ്പോൾ ഈ ഗ്രാഫും വരച്ച് പഠിക്കാം. ഈ കേസിൽ അവർ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ദ കറന്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നുണ്ട്. ഇനി കറന്റ് ഇതിന്റെ സർഫസിലൂടെ മാത്രമാണ് ഒഴുകുന്നത്, ഈ കണ്ടക്ടറിന്റെ സർഫസിലൂടെ മാത്രമാണ് കറണ്ട് ഒഴുകുന്നത് എന്ന് പറയുകയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, നമ്മൾ ഇൻസൈഡിലെ ഒരു പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആംപീരിയൻ ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കറണ്ട് ഒന്നും കാണത്തില്ല. അതായത് ഒരു ഹോളോ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടർ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിന്റെ സർഫസിലൂടെ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു കേസാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ ഇൻസൈഡ് പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇൻസൈഡ് പോയിന്റ് എടുത്തിട്ട് പി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, ആ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കറണ്ട് ഒന്നും കാണത്തില്ല. ഓക്കെ, ആ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, ഔട്ട്സൈഡിൽ ഇത് തന്നെ ആയിരിക്കും ഇക്വേഷൻ വരിക. കാരണം ഔട്ട്സൈഡിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ആംപീരിയൻ ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഐ ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ടാവും. അപ്പം അങ്ങനെ ആ കേസ് എങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതേ രീതിയിൽ സോൾവ് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ അതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അതേ രീതിയിൽ നമ്മൾ ആംപീരിയൻ ലൂപ്പ് വരച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. Next exercise, initiated exercise 4.2. A long straight wire carries a current 35 ampere. What is the magnitude of the field B at a point 20 centimeter from the wire? Direct question ആണ്. A long straight wire carries a current 35 ampere. ഒരു straight current carrying conductor. It carries a current 35 ampere. We have to find out the magnetic field, the magnitude of magnetic field B, which is at a point 20 centimeter from the wire. വയറിൽ നിന്നും 20 സെന്റിമീറ്റർ അകലം ഉള്ള ഒരു പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്, വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ആംപിയർ സർക്യൂട്ടിന്റെ തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക. ഇത്രയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അതിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ ഏതാണെന്ന് അറിയാമല്ലോ. ഇതായിരുന്നു ഫസ്റ്റ് കേസ് നമ്മൾ പഠിച്ചത്. ആപ്ലിക്കേഷൻ ഓഫ് ആംപിയർ സർക്യൂട്ട് ലോയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. ഓക്കെ, അതിന്റെ ഫൈനൽ ഇക്വേഷൻ ഇതായിരുന്നു. B equal to mu 0 I by 2 pi r, അല്ല എങ്കിൽ mu 0 by 4 pi into 2i by r. അപ്പം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എത്ര കിട്ടുമെന്ന് നോക്കിക്കേ ആൻസർ. ആൻസർ ഇട്ട് ഒരു ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ആർക്കൊന്നും കിട്ടിയില്ല. The answer is 3.5 into 10 raised to minus 5 Tesla. Okay, good. Nia, 3.5 into 10 raised to minus 5 Tesla. നിയയ്ക്ക് മാത്രമേ ആൻസർ കിട്ടുള്ളൂ, ബാക്കി ആർക്കും കിട്ടിയില്ല. Okay, next question 4.3.
Insert exercise 4.3. A long straight wire in the horizontal plane carries a current 50 ampere in north to south direction. Given the magnitude and direction of B at a point 2.5 meter east of the wire. അപ്പം അതിന്റെ ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ തെറ്റ് ഇല്ലാതിരിക്കും. അപ്പോൾ ഞാനത് വരയ്ക്കുകയാണ്. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഞാൻ വരച്ചു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നതനുസരിച്ച് വയർ ഏത് ഡയറക്ഷനിലാണ് വയർ ഇരിക്കുന്ന അല്ലെങ്കിൽ വയറിലൂടെ ഒഴുകുന്ന കറണ്ട് 50 ആംപിയർ ആണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 2.5 മീറ്റർ ഈസ്റ്റ് ഓഫ് ദ വയർ. അപ്പം ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ 2.5 മീറ്റർ ഈസ്റ്റിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൽ നിന്നും ലോങ് സ്ട്രൈറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്: μ0/4π 2I/r. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. magnetic field intensity value 4 into 10 raised to minus 6 Tesla. 4 into 10 raised to minus 6 Tesla. Okay. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ. ഓക്കെ. ഇവിടെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ഏത് റൂൾ അപ്ലൈ ചെയ്യണം? Maxwell's right hand thumb rule. തമ്പ് റൂൾ ആണ് ഞാൻ പറഞ്ഞത്. തമ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ തമ്പ് റൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് രണ്ടും സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പേര് പറയുന്നത് അങ്ങനെയാണ്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിൽ പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷനിൽ നമ്മൾ തമ്പ് പോയിന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്ലോസ്ഡ് ഫിംഗേഴ്സ് എടുത്തിട്ട് തമ്പ് സൗത്ത് ഡയറക്ഷനിൽ വെച്ച്, ക്ലോസ്ഡ് ഫിംഗേഴ്സ് എടുത്തിട്ട് തമ്പ് സൗത്ത് ഡയറക്ഷനിൽ വെച്ച്, അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിൽ ഫിംഗേഴ്സ് എങ്ങനെയായിരിക്കും? അപ്പൊ തമ്പ് ഈ ഡയറക്ഷനിലാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ ഫിംഗേഴ്സ് എങ്ങനെയായിരിക്കും? ഫിംഗേഴ്സ് ഇങ്ങനെ ഇരിക്കും, താഴേന്ന് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഫിംഗേഴ്സ് ഇങ്ങനെ ആയിരിക്കില്ല വെക്കുക. അപ്പം ഈസ്റ്റ് പോയിന്റ് വരുമ്പോഴത്തേക്ക് ഫിംഗേഴ്സ് എങ്ങനെയായിരിക്കും? ഫിംഗേഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഈസ്റ്റ് ഡയറക്ഷൻ. എന്നാൽ വെസ്റ്റ് ഡയറക്ഷനിലായിരുന്നെങ്കിലോ, വെസ്റ്റ് ഡയറക്ഷൻ ഫിംഗേഴ്സ് താഴേക്കായിരിക്കും. ഇനി ടോപ്പിലാണെങ്കിലോ, മുകളിലാണെങ്കിൽ അത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. താഴെയാണെങ്കിൽ അത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പം അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റ് ഈ ഈസ്റ്റിലുള്ള പോയിന്റ് ആണ്. ഈസ്റ്റിലുള്ള പോയിന്റ് നമ്മൾ ഫിംഗേഴ്സ് വരുമ്പോൾ ഫിംഗേഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഡയറക്ഷൻ കാണിക്കുക. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ
നമുക്ക് വെർട്ടിക്കലി അപ്വേർഡ് കിട്ടും. വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. ഡയറക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അത്. Okay, next question. Exercise 4.4. A horizontal overhead power line carries a current 90 ampere in east-west direction. What is the magnitude and direction of the magnetic field due to current 1.5 meter below the line? A horizontal overhead power line carries a current 90 ampere in east-west direction. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ ഡയറക്ഷൻസ് വരയ്ക്കാം. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. We have to find out the magnitude and direction of the magnetic field due to the current due to the current at 1.5 meter below the line. ആ ലൈന് ബിലോ, മുകളിൽ കൂടെ ലൈൻ പോയേക്കാണ്, കറണ്ട് ക്യാരിയിങ് വയർ പോയേക്കാണ്. അതിന്റെ താഴെയുള്ള ഒരു പോയിന്റിൽ, അതിന്റെ താഴെ എത്ര ദൂരമുള്ള പോയിന്റ് ആണ്? 1.5 മീറ്റർ അകലത്തിലുള്ള പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. μ0/4π × 2I/r നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.2 × 10⁻⁵ ടെസ്ല. 1.2 × 10⁻⁵ ടെസ്ല. ഇനി അതിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിൽ തമ്പിന്റെ ഡയറക്ഷൻ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, വെസ്റ്റ് ഡയറക്ഷനിൽ തമ്പ് വെസ്റ്റ് ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കും? ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫിംഗേഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലേ? അപ്പോൾ മുകളിലുള്ള പോർഷനും മുകളിൽ കൂടെ താഴേക്കുള്ള പോർഷനാണ് വരുന്നത് അല്ലേ? അപ്പോൾ താഴത്തെയുള്ള പോർഷനിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ താഴെ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ബിലോ. ബിലോ ഏത് ഡയറക്ഷനിലായിരിക്കും? താഴെ വരുമ്പോഴത്തേക്ക് അത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ സൗത്ത് ഡയറക്ഷനിലായിരിക്കും അല്ലേ? സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുക. സൗത്ത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഫിംഗേഴ്സ് ഒന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നത്. അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ല, ഗ്രിപ്പ് റൂൾ ആണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബിലോ ദ ലൈൻ ഈസ് ടുവേർഡ്സ് സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡ് ബിലോ ദ ലൈൻ ഈസ് ടുവേർഡ്സ് സൗത്ത്. അപ്പം താഴെയുള്ള പോയിന്റ് ആണെങ്കിൽ സൗത്ത് ഡയറക്ഷനിലാണ്. ഇനിയും നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എബവ് ഉള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് നോർത്തിലേക്കായിരിക്കും. നോർത്തിലേക്കായിരിക്കും. ബിലോ ദ ലൈൻ ആയതുകൊണ്ട്, ബിലോ ഉള്ള പോയിന്റ് ആയതുകൊണ്ട് അത് സൗത്ത് ഡയറക്ഷൻ ആണ്. എബവ് ദ ലൈനിലുള്ള പോയിന്റ് ആയിരുന്നെങ്കിൽ അവിടെ നോർത്ത് ഡയറക്ഷനിലായിരിക്കും കാണിക്കുക. Okay.
Next, solenoid. Solenoid. What is a solenoid? A solenoid is a coil of insulated copper wire wound closely on a cylindrical shape. A solenoid is a coil of insulated copper wire wound closely on a cylindrical shape. ഒരു cylindrical shape നമ്മൾ insulated copper wire ചുറ്റി ഇങ്ങനെ വെക്കുന്നതിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. പിക്ചറിൽ കണ്ട മനസ്സിലായല്ലോ, ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള വയർ അതിങ്ങനെ ചുറ്റി ചുറ്റി സ്പ്രിംഗ് പോലെ നമ്മൾ ചുറ്റി ചുറ്റി വെക്കുന്നതിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. When a current flowing through a solenoid, a magnetic field is established along its axis, or it acts as a bar magnet. അപ്പോൾ സോളിനോയിഡിന്റെ പ്രത്യേകതയാണ് ഈ സോളിനോയിഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന വയറിലൂടെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സോളിനോയിഡിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ബാർ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ബാർ മാഗ്നറ്റിന് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. അതേ രീതിയിൽ ഈ സോളിനോയിഡിൽ നമ്മൾ കറണ്ടിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. അതിനൊരു നോർത്ത് പോളും ഉണ്ടാവും, ഒരു സൗത്ത് പോളും ഉണ്ടാവും. For a long solenoid, the field outside is very weak. For a long solenoid, the field outside is very weak and can be taken as zero. The field inside is strong, uniform and parallel to the axis. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോളിനോയിഡിന്റെ പുറത്ത് ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷെ അത് വളരെ വളരെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ outside the solenoid, we will take the magnetic field as zero, because the magnetic field outside the solenoid is very weak. So we take the magnetic field outside the solenoid as zero. But inside the solenoid, the magnetic field is uniform, very strong, and it is parallel to the axis. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്? ഈ പിക്ചറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടോ? ഈ സോളിനോയിഡിൽ നമ്മൾ കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് വളരെ വീക്ക് ആണ്, അതുകൊണ്ട് നമുക്കത് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. ഇനിയും ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ഒരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് കാരിങ് കണ്ടക്ടറുടെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് കാരിങ് സോളിനോയിഡ്. അവിടെ ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ എ വെരി ലോങ് സോളിനോയിഡ് ഹാവിംഗ് റേഡിയസ് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് n be the number of turns per unit length. Small n is the number of turns per unit length. Small n is the number of turns per unit length. അപ്പോൾ സ്മോൾ n ഇക്വേഷൻ എഴുതാം. സ്മോൾ n ഇക്വേഷൻ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ n ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ n ഡിവൈഡ് ബൈ ഇതിന്റെ ലെങ്ത് L ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ L ആയിരിക്കും നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ L. That is capital N is total number of turns divided by total length. That is small n. Okay. അപ്പോൾ ഇവിടെ നമ്മൾ small n define ചെയ്യുകയാണ്. It is the number of turns per unit length. And I be the current flowing through it. ഇപ്പോൾ പിക്ചർ കണ്ടാൽ അറിയാമല്ലോ, ഒരു സോളിനോയിഡ് വരച്ചിട്ടുണ്ട്. സോളിനോയിഡിലെ I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വരച്ചിട്ടുണ്ട്. അതിന്റെ റേഡിയസ് സ്മോൾ r ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്?
in order to find the magnetic field at P എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് ഞാൻ എടുത്തേക്കുന്നത്? ഈ സോളിനോയിഡിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ P ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. In order to find the magnetic field at P which is inside the solenoid, we will consider an Amberian loop. അപ്പം ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ആംബീരിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ P എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുത്തക്ക രീതിയിൽ ഒരു ആംബീരിയൻ ലൂപ്പ് വരയ്ക്കുക. ഞാനിവിടെ റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള ഒരു ആംബീരിയൻ ലൂപ്പ് ആണ് വരയ്ക്കുന്നത്. ഓക്കെ, ദാറ്റ് ആംബീരിയൻ ലൂപ്പ് ഈസ് A B C D K. ഇതാണ് ആംബീരിയൻ ലൂപ്പ് which is passing through P as shown in the figure. Let L be the length and B be the breadth of this Amberian loop. Let L be the length and B be the breadth of this Amberian loop. Okay, ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാം. ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് over a closed path in free space is equal to mu 0 times the current enclosed by the path. അപ്പം ഇവിടെ ലൈൻ ഇന്റഗ്രൽ B dot dl, ലൈൻ ഇന്റഗ്രൽ B dot dl എവിടെ തൊട്ട് എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഈ ക്ലോസ്ഡ് ലൂപ്പിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ABCD എന്ന് പറയുന്ന ലൂപ്പിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പാത്തിൽ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ്. അപ്പോൾ ഇന്റഗ്രൽ ABCD B dot dl is equal to mu 0 I. I എന്ന് പറയുന്നത് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി ആംബീരിയൻ ലൂപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ആംബീരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറന്റ് നമുക്ക് I enclosed എന്ന് എഴുതാം. I enclosed. അപ്പം I എന്നോ I enclosed എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പം ഇവിടെ ഞാൻ I enclosed എന്ന് പറയുന്ന ടേം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, where I enclosed is the net current enclosed by the loop ABCD. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ഈ ഇന്റഗ്രലിലെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ABCD എന്ന് പറയുന്ന ആംബീരിയൻ ലൂപ്പിനെ ഞാൻ പാർട്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ, നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ A to B, അതായത് ആദ്യം ഈ പോർഷൻ ഇന്റഗ്രൽ A to B. അപ്പം ഈ പോർഷൻ ഇന്റഗ്രേറ്റ് ആയി. ഇന്റഗ്രൽ A to B B dot dl പ്ലസ് ഇന്റഗ്രൽ BC, ഇന്റഗ്രൽ B to C, ഈ പോർഷൻ B to C B dot dl പ്ലസ് ഇന്റഗ്രൽ C to D, ഇന്റഗ്രൽ C to D B dot dl പ്ലസ് ഇന്റഗ്രൽ D to A B dot dl. ഓക്കെ, അപ്പം നേരത്തെ എഴുതിയത് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഈസ് ഈക്വൽ ടു mu 0 I enclosed എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ടേമും നമുക്ക് നോക്കാം. ഓരോ ടേമിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂസ് ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇന്റഗ്രൽ A to B B dot dl എടുക്കാം. ഇന്റഗ്രൽ A to B B dot, അതായത് ഈ പോർഷൻ എടുക്കാം. അപ്പം A to B B dot dl അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ A to B എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? B dl cos θ എന്ന് എഴുതാം. വാട്ട് ഈസ് ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റയുടെ വാല്യൂ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ B ആൻഡ് വെക്ടർ dl. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അതിന്റെ ആക്സിസിലൂടെ ആണ് ആക്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമ്മൾ DLന്റെ ഡയറക്ഷനും ഇതാണ് ചെറിയൊരു പോർഷൻ, DLന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും DLന്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് നമുക്ക് cos 0 വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ A to B B dl എന്ന് എഴുതാം. അപ്പോൾ ഇന്റഗ്രൽ A to B B dot dl നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ A to B B dl എന്ന് ചുരുക്കി എഴുതാം. ഓക്കെ, ഇനി അടുത്ത പോർഷൻ എടുക്കാം. ഇന്റഗ്രൽ B to C B dot dl, ഈ പോർഷൻ. അതുപോലെ മറ്റൊരു പോർഷൻ ഇതാണ്. ഇന്റഗ്രൽ D to A B dot dl, ഈ പോർഷൻ നമ്മൾ വ്യത്യാസം എന്തുവാ? നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ B dot dl നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? B dot dl നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? B dl cos θ എന്ന് എഴുതാം. ഇവിടെ തീറ്റയുടെ വാല്യൂ എത്ര? തീറ്റയുടെ വാല്യൂ
മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എത്രയായി? 90 ഡിഗ്രി ആയി, 90 ഡിഗ്രി. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഡി എല്ലിന്റെ ഡയറക്ഷൻ നേരെ താഴേക്ക്. അപ്പോൾ ആംഗിൾ ഈസ് 90 ഡിഗ്രി. കോസ് 90യുടെ വാല്യൂ എന്തുവാ? കോസ് 90യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ ഇന്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ വാല്യൂ 0 ആയി. സെയിം തന്നെയാണ് ഈ പോർഷൻ. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡി എൽ ഡയറക്ഷൻ ഇങ്ങോട്ട് എടുക്കാം, ഡി എൽ ഡയറക്ഷൻ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പം 90 ഡിഗ്രി ആവും, തിരിച്ച് കേട്ടോ. അപ്പം അത് 90 ഡിഗ്രി ആവും, അത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ ഇന്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ ആൻഡ് ഇന്റഗ്രൽ എ ടു ഡി ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 ആയിട്ട്. ഓക്കെ, ഇനി അടുത്ത പോർഷൻസ് ഇതാണ്, ഈ പോർഷൻ ഇന്റഗ്രൽ സി ടു ഡി ബി ഡോട്ട് ഡി എൽ, ഇന്റഗ്രൽ സി ടു ഡി ബി ഡോട്ട് ഡി എൽ. സി ടു ബി ബി ഡോട്ട് ഡി എൽ ആകുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോർഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലോങ് സോളിനോയിഡിന്റെ ഔട്ട്സൈഡ് പോർഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഈ പോർഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ബി 0 ആണ്. ബി 0 ആകുമ്പോൾ ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി. ബാക്കിയുള്ളത് ഇത് മാത്രമുള്ളത്, അത് നമ്മൾ ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ എന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ് എന്ന് എഴുതാം. ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ബി ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ് എന്ന് എഴുതാം. ഇനി ഇന്റഗ്രൽ ഏതിനാണ് ബാധകം? ഇന്റഗ്രൽ ഡി എല്ലിനാണ് ബാധകം. അപ്പോൾ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് എ ടു ബി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഡി എൽ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് എ ബി ആകട്ടെ, ടോട്ടൽ ലെങ്ത് എ ബി. ടോട്ടൽ ലെങ്ത് എ ബി ആണ് എന്താണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് എൽ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്റഗ്രൽ ഡി എല്ലിന് നമുക്ക് എൽ എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ് എന്ന് എഴുതാം, മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. That is equation number 2. Equation number 2. ഓക്കെ, ഇനി നമുക്ക് ഈ ഐ എൻക്ലോസ്ഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഐ എൻക്ലോസ്ഡ് എത്രയാണ്? ഈ ആംബിയറിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ എൻക്ലോസ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ കറന്റ് ഐ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻസൈഡ് ദ ലൂപ്പ്, കറന്റ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻസൈഡ് ദ ലൂപ്പ്. അപ്പം ഒരു ലൂപ്പിലൂടെയാണ് ഐ ആംപിയർ കറന്റ് ഒഴുകുന്നത്. അങ്ങനെ എത്ര ടേണുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ടേണുകൾ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? നമ്മൾ ഇതിനെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ എൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ എൻ ആണെങ്കിൽ എൽ ലെങ്തിൽ എത്ര ടേണുകൾ ഉണ്ടാവും? n ഇൻറ്റു എൽ, ശരിയല്ലേ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇക്വേഷൻ എന്തുവാ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n ഇൻറ്റു ടോട്ടൽ. ഓക്കെ, അപ്പോൾ എൻ എൽ എന്ന് കൊടുക്കാം, എൻ എൽ ഇൻറ്റു ഐ എന്ന് എഴുതാം. വേർ എൻ എൽ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ദാറ്റ് ക്യാരീസ് കറന്റ് ഐ വിച്ച് ഈസ് ഇൻസൈഡ് ദ ലൂപ്പ് എ ബി സി. ഇത് എഴുതിയേക്കുന്ന സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ഐ എൻക്ലോസ്ഡിന് പകരം എൻ എൽ ഐ എന്ന് കൊടുക്കാം. ഇവിടെ എല്ലും ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. പിന്നീടുള്ളത് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എൻ ഐ എന്ന് എഴുതാം. ബി ഈക്വൽ ടു മ്യൂ 0 എൻ ഐ. അപ്പോൾ നമുക്ക് എഴുതാം, ദ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ ആൻ ഇൻഫൈനൈറ്റ് ലോങ് സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ
B equal to mu 0 Ni. The magnetic field inside the solenoid, inside a long solenoid, is equal to B equal to mu 0 Ni. Okay. ഇനി നമ്മൾ നേരത്തെ സോളിനോയിഡിന്റെ ഉള്ളിൽ ഒരു എയർ കോർ ആണ്, അതിന്റെ കോർ ഒരു എയർ കോർ ആണ് നമ്മൾ വെച്ചത്. ഇനിയും എയർ കോറിന് പകരം നമ്മളൊരു സോഫ്റ്റ് അയൺ പീസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം if the core of the solenoid is filled with a medium of relative permittivity mu r, if the core of the solenoid is filled with a medium of relative permittivity mu r, then B is equal to mu 0 mu r n l എന്ന് എഴുതാം. mu 0 കൂടെ mu r കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. mu 0 mu r n l എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്കൊരു സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം? ഈ ഇക്വേഷൻ നോക്കി പറഞ്ഞേ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പറയൂ. How can we increase the magnetic field inside a solenoid? നമുക്ക് ഒന്നെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n ഇൻക്രീസ് ചെയ്യാം, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. അല്ല എങ്കിൽ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി സോളിനോയിഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ടിങ് എ സോഫ്റ്റ് അയൺ കോർ ഇൻ ടു എ സോളിനോയിഡ്. ഇപ്പൊ mu r കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു സോഫ്റ്റ് അയൺ കോർ സോളിനോയിഡിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇനി രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് at each end of the solenoid reduces to half of the value within the solenoid. അതായത് ഒരു സോളിനോയിഡിന്റെ എൻഡിൽ, ഈ എൻഡിലും ഈ എൻഡിലും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഹാഫ് ആയിരിക്കും. അപ്പം സൈഡിൽ രണ്ട് എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: 1/2 mu 0 ni. അതായത് ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ 1/2 അല്ലെങ്കിൽ ഹാഫ് ആയിരിക്കും എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. മറ്റൊരു പോയിന്റ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് വെരി സ്ട്രോങ് ആൻഡ് യൂണിഫോം, ബട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ഈസ് നോൺ യൂണിഫോം ആൻഡ് ഈസ് വെരി വീക്ക്. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് 0. ഈ രണ്ട് പോയിന്റ്സും ഓർത്തിരിക്കണം. That is NCERT exercise 4.8. ഇന്ന് നോട്ട് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? A closely wound solenoid 80 cm long has 5 layers of winding of 400 turns each. The diameter of the solenoid is 1.8 cm. If the current carries is 8 ampere, estimate the magnitude of magnetic field
inside the solenoid near its center. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എ ക്ലോസ്ലി വൂണ്ട് സോളിനോയിഡ് 80 സെന്റിമീറ്റർ ലെങ്ത്. അപ്പം അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ. ഇറ്റ് ഹാസ് 5 layers of winding of 400 turns each. അപ്പം 400 ടേൺസ് ഉണ്ട്. ആ 80 സെന്റിമീറ്റർ 400 ടേൺസ് ഉണ്ട്. ഇനി അതിന്റെ മുകളിൽ വീണ്ടും 400 ടേൺസ് വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ വീണ്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 layers ഉണ്ട്. 5 ലെയർ വൈൻഡിങ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ 5 ലെയർ വൈൻഡിങ്, ഓരോന്നും 400 ടേൺസ് വീതമുള്ളതാണ്. The diameter of the solenoid is 1.8 centimeter. If the current flowing through the solenoid is 8 ampere, estimate the magnetic field. Equation നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ പഠിച്ചതാണ്. B = μ0 Ni ആണ്. Ni ഇവിടെ 5 layers ഉണ്ട്. അതുകൊണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ലെയേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു നമ്പർ ഓഫ് ലെയേഴ്സ്. ഇൻറ്റു നമ്പർ ഓഫ് ലെയേഴ്സ്. ഇവിടെ 5 layers ആണുള്ളത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ലെയേഴ്സ് 5. ഇവിടെ സ്മോൾ n പകരം സ്മോൾ n തന്നിട്ടില്ല, പകരം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ഒരു ലെയറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N നമുക്ക് 400 ആയിട്ട് എടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ N 400. L ലെങ്ത് തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ ആണ്, 0.8 മീറ്റർ ആണ്. വാല്യൂസ് ബാക്കിയെല്ലാം ഉണ്ട്, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. The answer is 2.5 into 10 raised to minus 2 Tesla. 2.5 into 10 raised to minus 2 Tesla. Okay. ഒരു question. Sketch the magnetic field lines for a finite solenoid. How are these field lines different from the electric field lines from an electric dipole? അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസും ഒരു സോളിനോയിഡിന്റെ കേസുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The magnetic field lines of a magnet or a current carrying solenoid. ഒരു ബാർ മാഗ്നറ്റിന് ഈക്വലന്റ് ആണ് ഒരു സോളിനോയിഡ്. ബാർ മാഗ്നറ്റിന് ഈക്വലന്റ് ആണ് ഒരു സോളിനോയിഡ്. അപ്പം അതിന്റെ രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സെയിം ആയിട്ടിരിക്കും. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് മാഗ്നറ്റ് ഓർ എ കറന്റ് കാരിങ് സോളിനോയിഡ് ഫോംസ് എ കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ്. ആൻഡ് ആർ ഡയറക്റ്റഡ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? മാഗ്നറ്റിന്റെ കേസിൽ മാഗ്നറ്റിന്റെ ഔട്ട്സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്ക്. എന്നാൽ ഇൻസൈഡിൽ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക് വരും. ഓക്കെ, അപ്പം ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഒരു മാഗ്നറ്റിന്റെ കേസിൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മാഗ്നറ്റിന്റെ കേസിൽ ഈ ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഔട്ട്സൈഡ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണ്, ഇൻസൈഡ് സൗത്ത് പോൾ ടു നോർത്ത് പോൾ. സെയിം കേസ് തന്നെയാണ് സോളിനോയിഡിന്റെ കേസിൽ. സോളിനോയിഡിന്റെ കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സൈഡ് നോർത്തും ഒരു സൈഡ് സൗത്തും ആവും. അപ്പോൾ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ് ഔട്ട്സൈഡ് വരിക, ഇൻസൈഡിൽ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക്. അപ്പം ഇത് രണ്ടും സെയിം ആണ്. മാഗ്നറ്റിന്റെ കേസും സോളിനോയിഡിന്റെ കേസും സെയിം തന്നെയാണ്. എന്നാൽ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് പോവില്ല. അപ്പം ഇത് പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ലൂപ്പാണ്. മാഗ്നറ്റിന്റെ കേസിലും സോളിനോയിഡിന്റെ കേസിലും ക്ലോസ്ഡ് ലൂപ്പാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ അത് ക്ലോസ്ഡ് അല്ല. അതാണ് അതിന്റെ ഡിഫറൻസ്.